ഇറാൻ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഇപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടം ചില്ലറയല്ല. ഇസ്രായേലിലെ നിരവധിയിടങ്ങളിലാണ് ഇന്നലെ ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങളോ പതിച്ചത്. 11 പേർക്ക് പരിക്കേറ്റു, ഒരാൾ മരിച്ചു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. GCC രാജ്യങ്ങളിലേക്ക് ആക്രമണം രാവും പകലും. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും UAE-യിലേക്കും സൗദിയിലേക്കും ആക്രമണം നടത്തി. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ സൈനിക ക്യാമ്പിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു എന്നവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE-യിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചെന്നും അവയെല്ലാം നിർവീര്യമാക്കിയെന്നും UAE പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് പറഞ്ഞത് 6 ഡ്രോണുകളെ അവർ ഇന്റർസെപ്റ്റ് ചെയ്തെന്നാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പഴയതുപോലെ തന്നെ ജീവിതം ദുരിതപൂർണമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഇറാനും നേരിടുന്നുണ്ട്. ഇറാൻ തന്നെ പറഞ്ഞു അനേകം പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു. ഇറാനിലെ അറാഖ് ഹെവി വാട്ടർ പ്ലാന്റ്, 2 വലിയ സ്റ്റീൽ ഫാക്ടറികൾ, ഒരു പവർ പ്ലാന്റ്, സിവിലിയൻ ന്യൂക്ലിയർ പദ്ധതി, ഇവയ്ക്കെതിരെയൊക്കെ ആക്രമണമുണ്ടായി എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അതായത് വെടിനിർത്തലിന്റെയോ ചർച്ചയുടെയോ ഒരു ലാഞ്ചന പോലും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എവിടെയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിക്കൊണ്ട് വെടിനിർത്തൽ സമാധാനം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഇതാണ് പറയുന്നത്, ഒരു തരത്തിലും തലയൂരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതൊന്നും ശരിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇന്നലെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഈ നാളുകളിൽ ഞങ്ങൾ ധാരണയിലെത്തുമെന്നാണ്. ചർച്ചയ്ക്ക് അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉടനടി ഞങ്ങൾ ധാരണയിലെത്തുമെന്നാണ്. അങ്ങനെ ഉടനടി ധാരണയിലെത്തുമെങ്കിൽ ഇറാൻ ഇങ്ങനെ തിരിച്ചടിക്കുമോ? ഇറാന്റെ മേൽ ഇസ്രായേൽ അടിക്കുമോ? അതായത് അത്തരം ഒരു ചർച്ചയും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണ്. ഈ ഫുൾ സ്റ്റോപ്പിന് ഒരു വഴിയും കാണുന്നില്ല. ഈ ഫുൾ സ്റ്റോപ്പ് ഇടുകയും വേണം, അതേസമയം അഭിമാനം സംരക്ഷിക്കുകയും വേണം.